30 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ചിലെ ലാസ്റ്റ് വീക്ക് ലോ കാർബ് വീക്കിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് പോലെ തന്നെ കാർബോഹൈഡ്രേറ്റും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അത്ര അധികം ദേഹാധ്വാനമൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്നവർക്കാണെങ്കിൽ അത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും, അങ്ങനെ അത് പുറത്തു പോകും. നമ്മൾ അത്ര അധികം ദേഹാധ്വാനം ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അത് നമ്മുടെ ബോഡിയിൽ തന്നെ സ്റ്റോർ ചെയ്യാണ്. അതുകൊണ്ടാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറച്ചെടുക്കണമെന്ന് പറയുന്നത്. ലോ കാർബ് വീക്കിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ക്വിൻവ ഉപ്മാവാണ്. ക്വിനോവ സീഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫ്ലവർ സീഡാണ്. അമേരിക്കയിലാണ് ഇത് മോസ്റ്റ്ലി കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതൊരു ഹോൾ ഗ്രെയിൻ ആണ്, മുഴുവനായിട്ടുള്ള ഒരു ഗ്രെയിൻ വിഭാഗത്തിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു സൂപ്പർ ഫുഡാണ്. സൂപ്പർ ഫുഡ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് റിച്ച് ഇൻ പ്രോട്ടീനാണ്. അതുപോലെ തന്നെ ഡയറ്ററി ഫൈബറും വളരെ ഹൈ ആണ്. ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആണ്. ഡയറ്ററി ഫൈബർ ഹൈ ആയതുകൊണ്ട് ഡയറ്റ് ചെയ്യുന്നവർക്ക്, അതായത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് ഈ ക്വിനോയെ വെച്ചിട്ടുള്ള എല്ലാ ഡിഷസും വളരെ ബെനിഫിഷ്യൽ തന്നെയായിരിക്കും. ക്വിനോവ സീഡ് 3 കളറിൽ അവൈലബിൾ ആണ്: റെഡ്, ബ്ലാക്ക്, വൈറ്റ്. ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വൈറ്റ് ചൂസ് ചെയ്താൽ മതി. വൈറ്റിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി മൈൽഡാണ്. റെഡും ബ്ലാക്കും ഇത്തിരിയും കൂടിയും ഒരു എർത്തനിങ് ടേസ്റ്റ് ഉള്ളതാണ്. ഒരു മണ്ണിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ വൈറ്റ് ഉപയോഗിച്ച് പരിചയമായതിനു ശേഷം ബ്ലാക്കിലേക്കും റെഡിലേക്കും മാറിയാൽ മതി. ക്വിനോയ എന്താണെന്നും ക്വിനോയയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണെന്നും ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണും. ഇനി നമുക്ക് ക്വിനോയ വെച്ചിട്ട് എങ്ങനെ ഒരു ഉപ്മാവ് ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് ക്വിനോയ സീഡ് ഞാൻ ഇട്ടു. ഇനി വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി വാഷ് ചെയ്തിട്ട് എടുക്കണം. ഇതിൻ്റെ മേലെ ഒരു സാപ്പനിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോട്ട് ചെയ്തിട്ടുണ്ടാവും. അത് നാച്ചുറൽ കെമിക്കൽ തന്നെയാണ് അത്. അപ്പോൾ പക്ഷെ അത് നമ്മൾ നീക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് തിരുമ്പുക. ഒരു 10 മിനിറ്റ് നമ്മളിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. അതിന് ശേഷം നമ്മൾ വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഒരു 10 മിനിറ്റിന് ശേഷം കുറച്ചും കൂടി നല്ല വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് കഴുകി ഒരു അരിപ്പയിൽ ഒന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കിനുവ കുക്ക് ചെയ്തിട്ട് എടുക്കണം. കിനുവ കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കത്തിച്ചു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഞാൻ ആഡ് ചെയ്തു. ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അടുത്തതായിട്ട് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള കിനുവ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. കിനുവ റോസ്റ്റ് ചെയ്തിട്ട് കുക്ക് ചെയ്യുമ്പോൾ ടേസ്റ്റും നല്ലതായിരിക്കും. അതുപോലെ പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് കിനുവ കുക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയണത് കിനുവ വെച്ചിട്ട് ആദ്യമായിട്ട് ഡിഷ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് മുമ്പ് പ്രിപ്പയർ ചെയ്ത് പരിചയമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. നമ്മളിതിങ്ങനെ ജസ്റ്റ് ഒന്ന് പോപ്പപ്പ് ചെയ്യുന്നൊരു സൗണ്ട്, അതായത് ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടുന്ന സൗണ്ട് കേൾക്കും. അതുവരെ നമ്മൾ റോസ്റ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കണം. 1 കപ്പ് കിനുവാണ് നമ്മൾ എടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം ആണ് നമുക്ക് വേവിക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ മെഷർമെൻറ്റ്, അതായത് 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ മെഷർമെൻറ്റ് കീപ്പ് ചെയ്താൽ നമുക്ക് വിട്ട് നിൽക്കുന്ന രീതിയിലുള്ള കിനുവ നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കിനുവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂടി വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. ആ 10 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഓഫാക്കുക. ഒരു 5 മിനിറ്റ് നമ്മൾ അത് മാറ്റി വയ്ക്കണം. മൂടി തുറക്കാതെ അങ്ങ് മാറ്റി വെക്കുക. ക്വിനുവ 5 മിനിറ്റ് മാറ്റി വെക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഉപ്മാവിന് ആവശ്യമായിട്ടുള്ളതൊക്കെ വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കത്തിച്ചു. അതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ബട്ടറിലും നെയ്യിലും കോക്കനട്ട് ഓയിലും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടിയും ഇഷ്ടപ്പെട്ടത് കോക്കനട്ട് ഓയിലിൽ ചെയ്തപ്പോഴും അതുപോലെ തന്നെ നല്ലെണ്ണ ജിഞ്ചിലി ഓയിലിലും ചെയ്തപ്പോഴാണ് കുറച്ചും കൂടിയും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആദ്യം കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഉപ്മാവിൽ നിന്ന് കുറച്ച് ഡിഫറൻസസ് ഉണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾ ഉപ്മാവല്ലേന്ന് വിചാരിച്ചിട്ട് പകുതിക്ക് വെച്ചിട്ട്
വീഡിയോ ഡ്രോപ്പ് ചെയ്തിട്ട് പോകരുത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലാണ് ഞാനിതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് ചേർത്തിട്ടുള്ളതെന്നും എന്തൊക്കെയാണ് ഡിഫറൻസ് വരുത്തിയിട്ടുള്ളതെന്നുള്ളതും മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ ഒക്കെ വാച്ച് ചെയ്യും. കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പച്ചക്കപ്പലണ്ടി ആഡ് ചെയ്തിട്ട് കൊടുത്തു. ഇനി ആ എണ്ണയിൽ ഇട്ടിട്ട് കപ്പലണ്ടി നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. കപ്പലണ്ടി ഈ ക്വിനോയയായിട്ട് നല്ല മാച്ചാണ്, നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. രണ്ടിനും കൂടി നല്ല കോമ്പിനേഷനാണ്. ഇനി നമുക്ക് നമ്മുടെ ക്വിനോയ എന്തായിന്നൊന്ന് തുറന്നു നോക്കാം. കണ്ട നമ്മുടെ കിൻവ നല്ലോണം വെന്തിട്ടുമുണ്ട്, എന്നാലോ പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. കേട്ടോ, വിട്ട് നിൽക്കുന്ന പാകത്തിൽ നമുക്ക് നമ്മുടെ കിൻവ കിട്ടി. കപ്പലണ്ടി റോസ്റ്റ് ചെയ്ത് വന്നതിന് ശേഷം അതിലേക്ക് പൊരിക്കടല, നമ്മുടെ പൊട്ടുകടലയുണ്ടല്ലോ, അത് ആണ് ഞാൻ അടുത്തതായിട്ട് ആഡ് ചെയ്തത്. പൊട്ടുകടലയും കപ്പലണ്ടിയൊക്കെ പ്രോട്ടീൻ റിച്ചാണ്. അപ്പോൾ നമ്മുടെ മെറ്റബോളിസം കൂട്ടും. ഡയറ്റ് ചെയ്യുന്നവർ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കണം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് 2 ഉണക്കമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറുതാക്കി അരിഞ്ഞ സവാള, ബീൻസ്, ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത്, ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും, കുഴയാത്ത ടൈപ്പുള്ള വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ക്യാബേജ്, ബ്രൊക്കോളി, കോളിഫ്ലവർ അങ്ങനെയുള്ള ഏത് ടൈപ്പ് വെജിറ്റബിൾ, ഈവൻ സ്പിനാച്ച് വേണമെന്നുണ്ടെങ്കിൽ, ബേബി സ്പിനാച്ച് ലീഫ് വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്തു. ഇഞ്ചിയൊക്കെ ധാരാളം ആഡ് ചെയ്തു കേട്ടോ. കുറച്ച് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞതും പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാതും കൂടി ഒന്ന് മിക്സ് ആവുന്ന തരത്തിൽ ഒന്ന് സോട്ട് ചെയ്യാം. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അടച്ചു മൂടി വെച്ചിട്ടൊന്ന് വേവിക്കുകയാണ്. അപ്പം ഇതിൻ്റെ കളർ നഷ്ടപ്പെടാതെ നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. വെജിറ്റബിൾസ് എല്ലാം ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെജിറ്റബിൾസിന് മാത്രം ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്യുക. ക്വിനോയ വേവിച്ചപ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ഉപ്പ് ആഡ് ചെയ്യണം. അടുത്തതായിട്ട് കായത്തിൻ്റെ പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അസഫൊട്ടിയിട അല്ലെങ്കിൽ ഹിഞ്ച് എന്ന് പറയുന്നത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. സാധാരണ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ കായത്തിൻ്റെ പൊടിയൊന്നും ആഡ് ചെയ്യാറില്ല. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല നിങ്ങളോട്, സ്പെഷ്യലാണ്, ഇത്തിരി ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്നുള്ളത്. വെജിറ്റബിൾസ് എല്ലാം സോട്ട് ചെയ്തു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഡിഫറെൻറ്റ് കളറിലുള്ള ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കിനുവ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. കിനുവ ആഡ് ചെയ്തതിന് ശേഷം ഒരു ലൈമിൻ്റെ ഫുള്ളായിട്ടുള്ള ജ്യൂസ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി ജസ്റ്റ് ഇതെല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ടേസ്റ്റി ആൻഡ് ഹെൽത്തി കിൻവ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിൻവ വേവിച്ചത് നമുക്ക് എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. കിൻവ വെച്ചിട്ട് ഉപ്മാവ് മാത്രമല്ല കേട്ടോ, ഞാൻ വേറെ കുറച്ച് ഡിഷസും കൂടിയിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെയൊക്കെ റെസിപ്പീസ് ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഈ കിനുവ ഉപ്മാവിൻ്റെ ഫീഡ്ബാക്കുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് എഴുതാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്.